പ്രമുഖ ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലെ ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും വിൽക്കുന്ന സെർലാക്ക് അടക്കമുള്ള ഉൽപ്പന്നങ്ങളിൽ അളവിൽ കൂടുതൽ പഞ്ചസാര ചേർക്കുന്നു എന്ന് റിപ്പോർട്ട്. സ്വിസ് അന്വേഷണ ഏജൻസിയായ പബ്ലിക് ഐ ആണിത് പുറത്തുവിട്ടിരിക്കുന്നത്. വളരെയധികം ഹാനികരമാണെന്നും കുട്ടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓർക്കണം, ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മാത്രം വിൽക്കുന്ന നെസ്ലയുടെ ഉൽപ്പന്നങ്ങളിലാണ് ഈ വേർതിരിവ് കാണിക്കുന്നത്. മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിൽക്കുന്ന നെസ്ലയുടെ ഒരു ഉൽപ്പന്നത്തിലും ഹാനികരമായ ഒരു പദാർത്ഥവും ചേർക്കപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ രാജ്യത്ത് എന്ത് തോന്നിയാസം കാണിച്ചാലും ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പം നെസ്ലയുടെ ഈ പ്രശ്നം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്ക് എന്ന ഓർഗനൈസേഷൻ ഇന്ത്യയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കൂടുതൽ അളവിൽ പഞ്ചസാര ചേർക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിന് നെസ്ലെ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ 3 കൊല്ലമായിട്ട് ആക്ച്വലി ഈ പഞ്ചസാരേൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരികയാണെന്നാണ്. ഈ റിപ്പോർട്ട് തെറ്റാണെന്നോ ഇതിൽ പറയുന്നത് പോലെ പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ലെന്നോ ഒന്നും അവർ പറയുന്നില്ല. ഓർക്കണം, കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോഡക്ട്സിലാണ് ഈ തോന്നിയാസം കാണിക്കുന്നതെന്ന്. എന്താണ് അവർക്കുള്ള ഒരു ധൈര്യം എന്ന് ആലോചിച്ച് നോക്കൂ. അവർക്കുള്ള ധൈര്യം നമ്മുടെ ഭരണകൂടം കൊടുക്കുന്ന ധൈര്യമാണ്. നിങ്ങൾ എന്തും ചെയ്തോളൂ, നമ്മൾ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്ന്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പ്രോഡക്ട്സുകളിൽ പലതും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റാത്തവയാണ്. അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്നൊരു സ്ഥിരം കലാപരിപാടിയുണ്ട്. ഇതേപോലെ ഏതെങ്കിലും ഒരു പ്രോഡക്ട്സിനെതിരെ ഇതുപോലൊരു കാര്യം വരും. അപ്പോഴത്തേക്കിനും 2 ദിവസത്തേക്ക് ഭയങ്കര പരിശോധന, കേസ്, പുകില്, ഭയങ്കര വാർത്തയൊക്കെ ആയിരിക്കും. 2 ദിവസം കഴിയുമ്പം ഇതേ പ്രോഡക്റ്റ് വേറൊരു പേരിൽ നമുക്കിടയിൽ തന്നെ വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മാറ്റവും ഇതിന് വരാൻ പോകുന്നില്ല. എന്തിന്, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മരുന്ന് കമ്പനികൾ പോലും നമ്മളോട് ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധ്രുവ് റാത്തിയുടെ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ സുനിത ദേവദാസിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ അതുകൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മുടെ രാജ്യത്ത് നടക്കുന്നതിനെപ്പറ്റി. ഇനി ഇതേപോലുള്ള പ്രോഡക്ട്സുകൾ നമ്മൾ വേണ്ടെന്ന് വെക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേണ്ടി ശബ്ദിക്കാനോ നമുക്ക് വേണ്ടി പ്രതിഷേധിക്കാനോ ആരെങ്കിലും വരുമെന്നുള്ളൊരു ധാരണയൊന്നും ആർക്കും വേണ്ട. എന്തിനാണ് ഈ വിഷം വാങ്ങി തിന്ന് ഇവന്മാരുടെ ബിസിനസ് നമ്മൾ വളർത്തി കൊടുക്കുന്നത്? ഇതേപോലുള്ള പ്രോഡക്ട്സുകൾ വാങ്ങിക്കുന്നില്ല എന്ന് ഓരോരുത്തരും അങ്ങ് തീരുമാനിക്കുക. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഭരണകൂടത്തെയാണ്, അല്ലേ? നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും അല്ലെങ്കിൽ സാധനങ്ങളും ഇവർ സർട്ടിഫൈ ചെയ്തിട്ടാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയല്ല എന്നുള്ളതാണ് ഇതേപോലുള്ള കാര്യങ്ങളിലൂടെ തെളിയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്?